നാളത്തെ കാത്തിരിപ്പിന് ശേഷം കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ നടനും ഡാൻസറും മോഡലുമെല്ലാമായ ഋഷി എസ് കുമാർ എന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മുടിയൻ വിവാഹിതനായി. എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞതുപോലെ. കാരണം കുറച്ചു ദിവസം മുമ്പാണ് ഭാര്യ ഐശ്വര്യയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ഋഷി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത്. ട്രഷർ ഹണ്ട് പോലെ അറേഞ്ച് ചെയ്തായിരുന്നു ഋഷിയുടെ പ്രപ്പോസൽ. ബൂബു എന്നാണ് ഐശ്വര്യയെ താൻ വിളിക്കുന്നതെന്നും 6 വർഷമായുള്ള പ്രണയമാണെന്നും പ്രപ്പോസൽ വീഡിയോയിൽ ഋഷി പറഞ്ഞിരുന്നു. പിന്നാലെ കല്യാണം വിളിയായി, ഷോപ്പിംഗ് ആയി, ഹൽദിയും വിവാഹവുമായി. ഒരാഴ്ചക്കുള്ളിലാണ് എല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം പെട്ടെന്ന് കഴിഞ്ഞ പ്രതീതിയാണ് ആരാധകർക്ക്. ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് സുഹൃത്തായ ഐശ്വര്യ ഋഷി വിവാഹം ചെയ്തത്. മഹാദേവ ക്ഷേത്രത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത്. വിവാഹ ചിത്രങ്ങൾ ഋഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. അവസാനം എന്റെ ബൂബു എന്റെ സ്വന്തമായി എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ ഋഷി പോസ്റ്റ് ചെയ്തത്. ഇരുവരും കസവ് കരയുള്ള ഔട്ട്ഫിറ്റുകളാണ് വിവാഹത്തിന് ധരിച്ചത്. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കെടുത്ത ഹൽദി ചടങ്ങിൽ എല്ലാവരും നൃത്തം ചെയ്ത് ആഘോഷിക്കുന്ന വീഡിയോ നേരത്തെ ഋഷി പങ്കിടുകയും വൈറലാവുകയും ചെയ്തിരുന്നു. ഋഷി പങ്കെടുത്ത റിയാലിറ്റി ഷോകളിലെ സഹ മത്സരാർത്ഥികളും ടെലിവിഷൻ രംഗത്തെ സുഹൃത്തുക്കളുമെല്ലാം ഹൽദിയിലും വിവാഹത്തിലും പങ്കെടുത്തിരുന്നു. 29-കാരനായ ഋഷിയെ പ്രേക്ഷകർ സ്നേഹിച്ചു തുടങ്ങിയത് ഉപ്പും മുളകും സിറ്റ്കോമിലൂടെയാണ്. ഋഷി എസ് കുമാർ എന്നാണ് താരത്തിന്റെ പേരെങ്കിലും ബാലുവും നീലുവും പാറക്കുട്ടിയും എല്ലാം വിളിക്കുന്നത് പോലെ മുടിയൻ എന്ന് വിളിക്കാനാണ് പ്രേക്ഷകർക്കും ഇഷ്ടം. ഉപ്പും മുളകും താരങ്ങളെല്ലാം മുടിയന്റെ വിവാഹം ആഘോഷങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി നിന്നപ്പോൾ ഒരാൾ മാത്രം മിസ്സിംഗ് ആയിരുന്നു. അത് മറ്റാരുമല്ല, ഉപ്പും മുളകിൽ ഋഷിയുടെ സഹോദരി ലച്ചുവിന്റെ കഥാപാത്രം അവതരിപ്പിച്ച ജൂഹി റുസ്തഗിയായിരുന്നു. ഉപ്പും മുളകിൽ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിലും ഇരുവരും അടുത്ത സുഹൃത്തുക്കളും സഹോദരങ്ങളെ പോലെയുമായിരുന്നു. വർഷങ്ങളോളം ഇരുവരും ഉപ്പും മുളകിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്രയേറെ അടുത്ത സൗഹൃദം ഉണ്ടായിട്ടും ജൂഹി എന്തുകൊണ്ടാണ് വിവാഹത്തിന് എത്താതിരുന്നതെന്ന ചോദ്യം ആരാധകരിൽ ഉണ്ടായി. എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആശംസകൾ സോഷ്യൽ മീഡിയ വഴി അറിയിക്കുന്ന രീതി സെലിബ്രിറ്റി സൗഹൃദങ്ങൾക്കിടയിൽ കാണാറുണ്ട്. എന്നാൽ ജൂഹിയുടെ ഭാഗത്ത് നിന്നും അതും ഉണ്ടായില്ല. മുടിയന്റെ വിവാഹത്തിന് എന്തുകൊണ്ട് സംബന്ധിച്ചില്ല എന്ന ചോദ്യങ്ങൾ ജൂഹിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ കമന്റ് ബോക്സിലും നിറയുന്നുണ്ട്. എന്നാൽ താരം ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ മെയിൽ ഇരുവരും ചേർന്ന് ഒരു പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനുശേഷം താരങ്ങൾ എവിടെയും ഒരുമിച്ചെത്തിയിട്ടില്ല. ജൂഹി ഇപ്പോഴും ഉപ്പുമുളകിന്റെ ഭാഗമാണ്. സീസൺ 3 ആണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ മുടിയൻ ഇപ്പോൾ ഇതിന്റെ ഭാഗമല്ല. കുറച്ചു നാളുകൾക്ക് മുൻപ് അണിയറ പ്രവർത്തകരുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഋഷി ഉപ്പുമുളകിൽ നിന്ന് പിന്മാറിയത്. ശേഷം താരം ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ പങ്കെടുക്കുകയും ടോപ്പ് 5 ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. മുടിയൻ കല്യാണം വിളിച്ചില്ലേ എന്നാണ് ആരാധകർ ജൂഹിയോട് ചോദിക്കുന്നത്. എന്തായാലും ഈ വിഷയം ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജൂഹി ഉടൻ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.